അത് മനുഷ്യനും അധികാരവും തമ്മിലുള്ള ബന്ധമാണ്. ആ മനുഷ്യൻ നിസ്സഹായനായി അധികാരത്തിൻ്റെ രഥചക്രങ്ങൾക്കിടയിൽ തച്ച് അമർത്തപ്പെടുമ്പോൾ, ചതച്ചരയ്ക്കപ്പെടുമ്പോൾ ഒരു എഴുത്തുകാരൻ ഉണർന്നു വരികയാണ്. ആകാശത്തേക്ക് മനുഷ്യത്വത്തിൻ്റെ കൊടിയുയർത്തുകയാണ്. നാലുകെട്ട് തൊട്ട് ഇങ്ങോട്ടുള്ള ഏറ്റവും MT അവസാനം മാതൃഭൂമിയുടെ രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പക്ഷേ നാലുകെട്ട് തൊട്ട് തന്നെ ആലോചിച്ച് നോക്കൂ. ഇതേ പ്രമേയം, അധികാരവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനെ അധികാരം എത്രത്തോളം നിസ്സാരനാക്കുന്നു എന്ന പ്രമേയം MTയെ എന്നും സങ്കടപ്പെടുത്തിയിരുന്നു. ലോകമെമ്പാടുമുള്ള എഴുത്തുകാരെ അത് തൊട്ടിരുന്നു. അത് MTയെയും മറ്റാരേക്കാൾ കൂടുതൽ തൊട്ടിരുന്നു. അത് പക്ഷേ നേരിട്ടുള്ള ഒരു മുദ്രാവാക്യം വിളിയിലൂടെയല്ല MT പ്രതികരിച്ചത്. വളരെ സൂക്ഷ്മമായി, ഏറ്റവും ഓരോരുത്തരെയും തൊടുന്ന വിധത്തിൽ MT അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നാലുകെട്ടിലേക്ക് കടന്നെത്താത്ത വെളിച്ചം തന്നെയാണ് MT പിന്നീട് അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന മഹാ സങ്കല്പവുമായി MT കൂട്ടിയിണക്കുന്നത്. അത് നഷ്ടപ്പെടുന്ന അവസ്ഥയെ കരുതിയിരിക്കണം എന്ന് അനുനിമിഷം അദ്ദേഹം നമ്മെ ജാഗ്രതപ്പെടുത്തുകയും ചെയ്തു. മോത്തി, തീർച്ചയായും 7 പതിറ്റാണ്ട് കാലം മലയാളിയുടെ ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിലും എല്ലാം തന്നെ വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു ദ്വയാക്ഷരം തന്നെയാണ് MTയുടേത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എഴുത്തിൻ്റെ പെരുന്തച്ഛൻ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം മലയാളത്തിൻ്റെതല്ല, ലോക സാഹിത്യത്തിന് പോലും മാതൃകയാക്കാവുന്ന തരത്തിൽ. കാരണം MTയുടെ എഴുത്തുകൾ പല ലോകഭാഷകളിലേക്കും പിന്നീട് വിവർത്തനം ചെയ്യപ്പെട്ടു. ആ കൃതികൾ പോലും ലോകം മുഴുവൻ വായിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അത്രത്തോളമാണ് ലോകത്തെ മുഴുവൻ ആളുകളുടെ മനസ്സിനെ തൊട്ടുലയ്ക്കുന്ന തരത്തിലുള്ള എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് നമുക്ക് പറയാതെ കഴിയില്ല. കാരണം സ്ഥലവും കാലവും ഒക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്ത് മുഴുവൻ ഉണ്ടായിരുന്നത്. അതിൽ അതാത് കാലഘട്ടത്തിലെ ആദ്യ കാലഘട്ടത്തിൽ യുവാക്കളെക്കുറിച്ചുള്ളത്, പിന്നീട് മധ്യവയസ്കരെക്കുറിച്ചുള്ളത്, അത്തരത്തിലെല്ലാ ജനവിഭാഗങ്ങളെക്കുറിച്ചുള്ളത്, അവരുടെ മനോവിഷമങ്ങളെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞെഴുതുന്ന എഴുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇനി അദ്ദേഹത്തിൻ്റെ തിരക്കഥകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ ഏത് കാലത്തും ലോകത്തിലെ തന്നെ ലോക സിനിമകളുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണ്, ഏറ്റവും മികച്ച ചിത്രങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായും അദ്ദേഹം തിരക്കഥ രചിച്ച ചിത്രങ്ങളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു നിസ്സംശയം പറയാൻ സാധിക്കും. മാത്രമല്ല ഹരിഹരൻ മമ്മൂട്ടി MT, അതുപോലെ തന്നെ ഹരിഹരൻ ONV MT എന്നുള്ള ചില ത്രയങ്ങളൊക്കെ തന്നെ മലയാള സിനിമാ ലോകത്തിന് തന്നെ വലിയ വഴികാട്ടികളായി, അടയാളക്കല്ലുകളായി മുന്നിൽ നിന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ തന്നെ വലിയ ഒരു വിരാമമിടുകയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ ആ ഒരു വലിയ സംസ്കാരമുണ്ട്, ഒരു സാഹിത്യ സംസ്കാരമുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു കെടാവിളക്കായി മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തിയായിരുന്നു MT. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗത്തിന് വലിയ ഉണ്ടാക്കിയ ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ ആ സൗഹൃദങ്ങളൊക്കെ പവിത്രതയോടെ കാത്തു സൂക്ഷിച്ചവരാണ് അവരെല്ലാവരും. കാരണം അതൊരു അപൂർവമായ സൗഹൃദമായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. വളരെ വലിയ ഒരു മനുഷ്യൻ, ഇത്രയേറെ സ്വഭാവ സവിശേഷതകളും എഴുത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ, അറിവിൻ്റെ നിറകുടമായ ഒരാൾ, അദ്ദേഹത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി എല്ലാ മനുഷ്യരും കണ്ടു എന്നതാണ്. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ അവരെല്ലാവരും വിലമതിക്കാനാവാത്തതായി കണ്ടു ഈ സൗഹൃദം എന്നതാണ്.